1053 ഡൊഫൈനിലെ വലൻസിലെ ഒരു ഭൂപ്രദേശമായ ചാഷ്യു നിയൂഫിലായിരുന്നു വിശുദ്ധന്റെ ജനനം. വിശുദ്ധന്റെ പിതാവായിരുന്ന ഒഡീലോ തന്റെ രാജ്യത്തിന്റെ സൈന്യത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ ധീരതയോടും വിശ്വസ്തയോടും കൂടി അദ്ദേഹം തന്റെ ജോലി നിർവഹിച്ചു വന്നു. പിന്നീട് തന്റെ മകനായ വിശുദ്ധ ഹഗ്ഗിന്റെ ഉപദേശപ്രകാരം ഒരു കാർത്തൂസിയൻ സന്യാസിയായി മാറുകയും എളിമയും ഭക്തിയും നിറഞ്ഞ ജീവിതം നയിക്കുകയും ചെയ്തു. ശൈശവം മുതൽക്കേ തന്നെ ദൈവാനുഗ്രഹം സിദ്ധിച്ചിരുന്ന ഒരു പയ്യനായിരുന്നു വിശുദ്ധനായ ഹഗ്. വിശുദ്ധൻ തന്റെ പഠനങ്ങളിലും ഭക്തിയിലും ഒരുപോലെ മുന്നേറി. വലൻസിലെ കത്തീഡ്രലിലെ ഒരു പുരോഹിതാർത്ഥിയായി തീർന്ന വിശുദ്ധൻ തന്റെ വിശുദ്ധിയും അസാധാരണമായ കഴിവും കൊണ്ട് ആ കത്തീഡ്രലിനെ ഒരു അലങ്കാരമാക്കി മാറ്റുകയും തന്റെ സഹപ്രവർത്തകരുടെ സ്നേഹത്തിന് പാത്രമായി തീരുകയും ചെയ്തു. ദയയിലെ മെത്രാനായി തീർന്ന വിശുദ്ധൻ അധികം താമസിയാതെ ലിയോൺസിലെ മെത്രാപോലിത്തയായി മാറി. ഒരിക്കൽ വലൻസിൽ എത്തുവാനിടയായ പരിശുദ്ധ സഭയുടെ കർദിനാൾ പ്രതിനിധി വിശുദ്ധനെ കാണുവാനിടയാകുകയും അദ്ദേഹത്തിന്റെ മാന്യതയിൽ ആകൃഷ്ടനായ അദ്ദേഹം വിശുദ്ധനെ പല പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളും ഏൽപ്പിക്കുകയും ചെയ്തു. 1080 പാപ്പായുടെ പ്രതിനിധി അവിഗ്നോണിൽ ഒരു സിനഡ് വിളിച്ചുകൂട്ടുകയും ഗ്രെനോബിളിലെ സഭയുടെ ശോചയാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ഈ അവസ്ഥ പരിഹരിക്കുവാനും സഭയുടെ മുൻകാല മഹത്വം വീണ്ടെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം വിശുദ്ധനെ ഏൽപ്പിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ തന്റെ ഉള്ളിലുള്ള ഭയം നിമിത്തം വിശുദ്ധൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ വിസമ്മതിച്ചു. പക്ഷേ പരിശുദ്ധ പിതാവിന്റെ പ്രതിനിധിയുടെയും സമിതിയുടെയും നിരന്തരമായ നിർബന്ധത്തിന് വഴങ്ങി വിശുദ്ധൻ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെടുന്നതിനായി പാപ്പ പ്രതിനിധിയുടെ കൂടെ റോമിലേക്ക് യാത്രയായി. അന്നത്തെ പാപ്പയായിരുന്ന ഗ്രിഗറി 7 പാപ്പയോട് വിശുദ്ധൻ തന്റെ ഉള്ളിലെ താല്പര്യക്കുറവിനെ കുറിച്ച് അറിയിച്ചു. എന്നാൽ അതെല്ലാം സാത്താന്റെ മാലാഖയുടെ പ്രേരണകൾ കൊണ്ടുണ്ടാവുന്ന പ്രലോഭനങ്ങളാണെന്ന് വിവരിച്ചുകൊണ്ട് ഗ്രിഗറി 7 പാപ്പ വിശുദ്ധന് തന്റെ പുതിയ കുരിശ് ചുമക്കുന്നതിനുള്ള ധൈര്യം നൽകി. നീണ്ട കുമ്പസാരങ്ങളും കണ്ണുനീർ ഒഴുകിക്കൊണ്ടുള്ള പ്രാർത്ഥനകളും അനുതാപ പ്രവർത്തികളും വിശുദ്ധൻ സന്തോഷപൂർവ്വം നിർവഹിച്ചു പോന്നു. തന്റെ മനസ്സിന്റെ ഏകാഗ്രത തെറ്റിക്കുവാൻ വിശുദ്ധൻ യാതൊന്നിനെയും അനുവദിച്ചില്ല. പുറത്തു നിന്നുള്ള വാർത്തകളെ വിശുദ്ധൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഇന്നസെന്റ് 2 പാപ്പായോട് ഏകാന്ത ജീവിതം നയിക്കുന്നതിനായി തന്നെ മെത്രാൻ പദവിയിൽ നിന്നും ഒഴിവാക്കി തരണമെന്ന് വിശുദ്ധൻ അപേക്ഷിച്ചെങ്കിലും അപേക്ഷ സ്വീകരിക്കപ്പെട്ടില്ല. എന്നാൽ ദൈവം ഒരു രോഗം മൂലം വിശുദ്ധന്റെ ആത്മാവ് ശുദ്ധീകരിക്കുവാൻ തീരുമാനിച്ചു. വിശുദ്ധന്റെ ഓർമ്മശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എന്നാൽ തന്റെ പ്രാർത്ഥനകളൊന്നും മറന്നിരുന്നില്ല താനും. 1132 ഏപ്രിൽ 1 ഏതാണ്ട് 80 വയസ്സാകുവാൻ 2 മാസം ബാക്കിയുള്ളപ്പോൾ വിശുദ്ധൻ തന്റെ ജീവൻ കൈവിടിഞ്ഞ് കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. 1134 ഇന്നസെന്റ് 2 പാപ്പ മെത്രാനായിരുന്ന ഹഗ്ഗിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.